ഹായ് ഹലോ. ഏജിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ മക്കളെ ഇന്ന് ഒരു 6 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഏകദേശം എക്സാമുകൾക്ക് 2023 ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണാത്തവർ അത് കണ്ട് വരണം. 3 പാർട്ട് വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാൻ കാണാത്തവർക്ക് വേണ്ടി. ഇത് 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇനി കുറച്ച് വീഡിയോസും കൂടി ഉണ്ട്. ഏജിൽ നിന്ന് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ എക്സാമുകൾക്ക് വരാറുണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ് മക്കളെ. രവിയുടെയും സജിയുടെയും ഇപ്പോഴത്തെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:4 ആണ്. 3 വർഷം മുൻപ് അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആയിരുന്നു എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാം. ഓക്കെ, അപ്പോൾ ആരൊക്കെയുണ്ട്? ഒരാൾ രവിയാണ്, ഒരാൾ സജിയാണ് അല്ലേ? രവിയുണ്ട്, സജിയുണ്ട്. ഇവരുടെ വയസ്സുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. ആണോ? 3:4 ആണ് ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ. 3 വർഷം മുൻപുള്ള വയസ്സുകളുടെ റേഷ്യോ 3:5 ആണ്. അപ്പോൾ 2 റേഷ്യോകളുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ, ഒരെണ്ണം 3 വർഷം മുൻപുള്ള റേഷ്യോ. അപ്പോൾ അതിലേത് വേണം ആദ്യം എഴുതാൻ? പഴയ റേഷ്യോ ആദ്യം എഴുതണം. അതായത് 3 വർഷം മുൻപത്തെ റേഷ്യോ വേണം ആദ്യം എഴുതാൻ. അതേതാ? അത് 3:5 ആണ്. കണ്ടോ? അത് എഴുതി. ക്ലിയർ ആണല്ലോ. ഇനി ഇപ്പോഴത്തെ റേഷ്യോ എഴുതണം. ഇപ്പോഴത്തെ റേഷ്യോ എത്രയാ? 3:4. കണ്ടോ? ഈ റേഷ്യോ 3 years ago ആണ്. ഇതെപ്പോഴത്തെയാ? പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ ആണ്. ഇത്ര ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 2 റേഷ്യോസ് തരുന്ന ചോദ്യങ്ങളാണ്. ഏജിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു പാറ്റേൺ ആണിത്. ഒന്ന് പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോയും ഒന്ന് 3 വർഷം മുമ്പുള്ള ഏജിൻ്റെ റേഷ്യോ ആണ്. അതിൽ ആദ്യം എഴുതേണ്ടത് 3 വർഷം മുമ്പുള്ള ഏജിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, ഇനി ഈ 2 റേഷ്യോകൾ തമ്മിൽ 3 വർഷത്തെ വ്യത്യാസമുണ്ട്. ഈ 2 റേഷ്യോകൾ തമ്മിൽ 3 വർഷത്തെ വ്യത്യാസമുണ്ട്. ക്ലിയർ ആണല്ലോ? ഈ 2 റേഷ്യോകൾ തമ്മിൽ 3 വർഷത്തെ വ്യത്യാസമുണ്ട്. ഇനി ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കണം. ശരിയാണോ? നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കാൻ ഈ വർഷങ്ങളുടെ വ്യത്യാസം 3 ഇൻറ്റു താഴെ കിടക്കുന്ന റേഷ്യോയുടെ വ്യത്യാസം 1 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യാസം 3 × 4 12, 3 × 5 15. സോ വ്യത്യാസം 3 അല്ലേ മക്കളെ? 1 3 × 4 12, 3 × 5 15. വ്യത്യാസം 3 ആണ്. ഓക്കെ, അപ്പോൾ ഒരു റേഷ്യോയുടെ വില 1 കിട്ടും. ഒരു റേഷ്യോയുടെ വില 1 ആണെങ്കിൽ ആ ഒരു റേഷ്യോയുടെ വില എപ്പോഴും ആദ്യത്തെ റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 × 3 3 എന്നും 1 × 5 5 എന്നും കിട്ടും. അപ്പോൾ 3 എന്നും 5 എന്നും കിട്ടും. 2 പേരുടെയും വയസ്സുകൾ 3 5. ഇനി ആ റേഷ്യോ 3 വർഷം മുൻപത്തെ വയസ്സിൻ്റെ റേഷ്യോ അല്ലേ? അപ്പോൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വയസ്സുകൾ 3 വർഷം മുമ്പത്തെ വയസ്സുകളായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സുകൾ കാണാൻ 2നോട് 3 കൂട്ടി പറയണം. അപ്പോൾ ആൻസറുകൾ 6 എന്നും 8 എന്നും കിട്ടും അല്ലേ? ചോദ്യം ആരുടെയാ? രവിയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് 6 ആണ്. സോ ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6. അപ്പോൾ ഒരു കാര്യം മറക്കണ്ട മക്കളെ, അതായത് എപ്പോഴും ഓർക്കുക, 2 റേഷ്യോസ് തരുന്ന ഇത്തരം ചോദ്യങ്ങൾ ഏജിൻ്റെ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, 2 റേഷ്യോ വരുമ്പോൾ പഴയ റേഷ്യോ ആദ്യത്തെ റേഷ്യോ ആദ്യം എഴുതണം. ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്, ഒന്ന് 3 വർഷം മുമ്പത്തേതും ഒന്ന് പ്രസൻറ്റുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയത് 3 വർഷം മുമ്പത്തെ റേഷ്യോ, ഇത് പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ. എന്നിട്ട് ഒരു റേഷ്യോയുടെ വില കാണണം. അതിന് എത്ര വർഷത്തെ വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക, അതെഴുതി. താഴെ കിടക്കുന്ന റേഷ്യോ ഡിഫറൻസ് എടുക്കുക, അതെഴുതി. 1 ക്രോസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് 12 15 3 അല്ലേ? അപ്പോൾ ഒരു റേഷ്യോയുടെ വില 1 കിട്ടി. ഒരു റേഷ്യോയുടെ വില 1 ആണെങ്കിൽ മക്കളെ ആ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ആദ്യത്തെ റേഷ്യോയിലേക്കായിരിക്കണം, മറക്കരുത്. 1 × 3 3 കിട്ടും. 1 × 5 5 കിട്ടും. 3ഉം 5ഉം ആണ് രവിയുടെയും സജിയുടെയും വയസ്സുകൾ. ആ റേഷ്യോ 3 വർഷം മുമ്പത്തെ ആയതുകൊണ്ട് ആ വയസ്സുകൾ 3 വർഷം മുമ്പത്തെ വയസ്സുകളായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സുകൾ കാണാൻ 3 കൂടെ കൂട്ടി പറയണ്ടേ? അപ്പോൾ ഒരാളുടെ 3 + 3 6ഉം ഒരാളുടെ 5 + 3 8ഉം കിട്ടും. ആൻസർ 6ഉം 8ഉം ആണ്. അതിൽ രവിയുടെ വയസ്സാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ 6 എന്നാണ് കിട്ടുന്നത്. ഈ മോഡൽ ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെ കേട്ടോ.
നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരാൾക്ക് 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ ഇളയ മകൻ ജനിച്ചു. ഇളയ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട്. എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഉള്ള അച്ഛൻ്റെ പ്രായം എത്രയാണ്? ഓക്കെ, അപ്പം ഫാദറിന് 34 വയസ്സുള്ളപ്പോഴാണ് മൂത്ത മകൻ ജനിച്ചത്. ക്ലിയർ ആണല്ലോ. മൂത്ത മകന് 8 വയസ്സുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 8 വർഷം കൂടെ കഴിഞ്ഞു എന്നല്ലേ അർത്ഥം. 34 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സായെന്ന് പറഞ്ഞാൽ 34 വയസ്സ് കഴിഞ്ഞ് ഒരു 8 വയസ്സും കൂടെ ആയപ്പോഴാണ് മൂത്ത മകൻ 8 വയസ്സാകുന്നത്. ശരിയല്ലേ? അപ്പം മൂത്ത മകൻ 8 വയസ്സായപ്പോൾ അച്ഛൻ്റെ വയസ്സ് 34 + 8 42 വയസ്സായിട്ടുണ്ട്. ഓക്കെ, ഇനി മൂത്ത മകൻ 8 വയസ്സായപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 13 വർഷം കഴിഞ്ഞെന്നല്ലേ. അപ്പോൾ ഈ അച്ഛന് ഇപ്പോൾ വീണ്ടും ഒരു 13 വയസ്സും കൂടെ കഴിഞ്ഞ് കാണും. സോ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 55 കിട്ടും. എങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് ചോദിച്ചാൽ 55-നോട് ഒരു 10 കൂടെ കൂട്ടി നമുക്ക് ആൻസർ 65 പറയാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 65 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് വ്യക്തമാണോ? ഒന്നുകൂടെ പറയട്ടെ. യെസ് മക്കളെ, അതായത് അച്ഛന് 34 വയസ്സുള്ളപ്പോഴാണ് മൂത്ത മകൻ ജനിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ മൂത്ത മകൻ ജനിക്കുമ്പോൾ ഉള്ള വയസ്സ് 34. ഇനി മൂത്ത മകന് 8 വയസ്സായപ്പോൾ രണ്ടാമത്തെ മകൻ ജനിച്ചു. മൂത്ത മകൻ 8 വയസ്സായപ്പോൾ അച്ഛന് 34 വയസ്സിൻ്റെ കൂടെ ഒരു 8 വയസ്സും കൂടെ ആയി കാണും, 42 വയസ്സായി. അതായത് അച്ഛന് 42 വയസ്സായപ്പോഴാണ് രണ്ടാമത്തെ മകൻ ജനിച്ചത്. രണ്ടാമത്തെ മകൻ ഇപ്പോൾ 13 വയസ്സുണ്ട്. രണ്ടാമത്തെ മകന് 13 വയസ്സാകണമെങ്കിൽ അച്ഛന് 42 വയസ്സിൻ്റെ കൂടെ ഒരു 13 വയസ്സും കൂടെ കഴിഞ്ഞ് കാണും. അച്ഛന് 55 വയസ്സാകുമ്പോഴാണ് രണ്ടാമത്തെ മകന് 13 വയസ്സാകുന്നത്. ഇനി അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 55. ചോദ്യം 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ്. അപ്പം 55-ൻ്റെ ഒരു 10 കൂടെ കൂട്ടി പറയണം. 65 അച്ഛൻ്റെ വയസ്സായിട്ട് കിട്ടും. ചെയ്തത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം, രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ആരൊക്കെയുണ്ട്? ഒന്ന് രാജു ഉണ്ട് അല്ലേ, ഒന്ന് രാജു, 2 സോനു ഉണ്ട്, 2 സോനു ഉണ്ട്. ഇനി മൂന്നാമത്തെ ആൾ മീനയാണ്. 3 കഥാപാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്: രാജു, സോനു, മീന. ഓക്കെ, രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ് സോനുവിൻ്റെ വയസ്സ്. അപ്പം മീനയുടെ വയസ്സ് എക്സ് ആണെങ്കിൽ മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ് സോനുവിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ സോനുവിൻ്റെ വയസ്സ് 2x ആണ് അല്ലേ. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സാണ് കൂടുതൽ. 4 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞാൽ 2x + 4 എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് എക്സ്, ഒന്ന് 2x, ഒന്ന് 2x + 4 ആണ്. അപ്പം ഒന്നുകൂടെ നോക്കിയേ, രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. ഓക്കെ, സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. അപ്പം മീനയുടെ വയസ്സ് എക്സ് എന്ന് എടുത്താൽ ഇതിൻ്റെ 2 മടങ്ങാണ് സോനുവിൻ്റെ വയസ്സ്. സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലാണ് രാജുവിന്. അപ്പോൾ 2x + 4 ആണ് രാജുവിൻ്റെ വയസ്സ്. ഓക്കെ, ഇനി 3 പേരുടെയും വയസ്സിൻ്റെ തുക 24. അതായത് 2x + 4 + 2x + എക്സും കൂടെ കൂട്ടുന്നതാണ് 3 പേരുടെയും വയസ്സിൻ്റെ തുക. അത് 24 ആണ്. ഇതും കൂടെ കൂട്ടുമ്പം 5x കിട്ടും. 5x + 4 24 എന്ന് പറയുന്നത്. അതിൽ നിന്ന് 5x = 24 - 4 20 എന്നും x = 4 എന്ന് കിട്ടും. x 4 എന്ന് കിട്ടും. x 4 എന്ന് കിട്ടിയാൽ മീനയുടെ വയസ്സാണ് 4, 2x. സോനുവിൻ്റെ വയസ്സ് 8 ആണ്. രാജുവിൻ്റെ വയസ്സ് 8 + 4 12 ആണ്. ഓക്കെ, ചോദിച്ചേക്കുന്നത് സോനുവിൻ്റെ വയസ്സ് എത്ര എന്നാണ്. സോനുവിൻ്റെ വയസ്സ് 8 ആണെന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ, ബി, സി എന്നിവരുടെ ഇപ്പോഴത്തെ പ്രായം 1:2:3 എന്ന അനുപാതത്തിലാണ്. 1:2:3 എന്ന അനുപാതത്തിലാണ്. 10 വർഷങ്ങൾക്ക് മുൻപ് സിക്ക് 50 വയസ്സായിരുന്നു. 10 വർഷത്തിന് ശേഷം എയുടെ പ്രായം എത്രയാകും? ഓക്കെ,
അപ്പോൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 പേര്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇവരുടെ വയസ്സുകൾ 1:2:3 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ ഒരാളുടെ വയസ്സ് 1x എന്ന് എടുക്കാം, അടുത്തയാളുടെ വയസ്സ് 2x എന്ന് എടുക്കാം, മൂന്നാമത്തെ ആളുടെ വയസ്സ് 3x എന്ന് എടുക്കാം. ഇതാണ് അവരുടെ വയസ്സുകളുടെ റേഷ്യോ. ഓക്കെ, അപ്പോൾ വയസ്സുകൾ 1x, 2x, 3x. 10 വർഷം മുൻപ് സിക്ക് 50 വയസ്സാണ്. മക്കളെ, 10 വർഷം മുൻപ് 50 വയസ്സാണെങ്കിൽ ഇപ്പോൾ സിയുടെ വയസ്സ് 60 അല്ലേ? 10 വർഷം മുൻപ് 50 ആണെങ്കിൽ ഓക്കെ, ഇപ്പോൾ 60 വയസ്സാണ്. അപ്പോൾ സിയുടെ ഇപ്പോഴത്തെ വയസ്സ് 60. സിയുടെ വയസ്സ് നമ്മൾ 3x എന്നല്ലേ എടുത്തേ? അപ്പോൾ 3xൻ്റെ വിലയല്ലേ മക്കളെ 60? 3xൻ്റെ വിലയാണ് 60 എങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 20 അല്ലേ? ആണ്. എക്സ് 20 ആണെങ്കിൽ എയുടെ വയസ്സ് 20 ആണെന്ന് കിട്ടും, ബിയുടെ വയസ്സ് 40 ആണെന്ന് കിട്ടും, സിയുടെ വയസ്സ് 60 ആണെന്ന് കിട്ടും. ചോദ്യം എന്താ? 10 വർഷത്തിന് ശേഷം എയുടെ വയസ്സ്. എക്ക് ഇപ്പോൾ 20 വയസ്സാണെങ്കിൽ 10 വർഷത്തിന് ശേഷം എയുടെ വയസ്സ് 30 ആയിരിക്കും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 30. അപ്പോൾ നോക്കിയേ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 1:2:3 ആണ്. ഒരാളുടെ 1x, ഒരാളുടെ 2x, ഒരാളുടെ 3x എന്ന് എടുത്തു. ഇനി സിക്ക് 10 വർഷം മുൻപ് 50 ആണെങ്കിൽ സിക്ക് ഇപ്പോൾ 60. സിയുടെ വയസ്സ് 60 ആണെങ്കിൽ 3x ആണ് 60. അതിൽ നിന്ന് എക്സ് 20 കിട്ടും. എക്സ് 20 കിട്ടിയാൽ ഒരാളുടെ വയസ്സ് 20 ആണെന്നും ഒരാളുടെ വയസ്സ് 40 ആണെന്നും മൂന്നാമത്തെ ആൾ സിയുടെ വയസ്സ് 60 ആണെന്ന് കിട്ടും. എയുടെ 10 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ്, എക്ക് ഇപ്പോൾ 20 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഉള്ള വയസ്സ് 30 ആണ്. ചെയ്തത് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക്. റിയയുടെയും ദിയയുടെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. റിയയുടെയും ദിയയുടെയും വയസ്സുകളുടെ വ്യത്യാസം 4 ആണ്. ക്ലിയർ ആണല്ലോ? റിയയുടെയും ദിയയുടെയും വയസ്സുകളുടെ വ്യത്യാസം 4 ആണ്. ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട്, ഓക്കെ, അതായത് ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. കണ്ടോ? ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. എന്നാൽ റിയയുടെയും ദിയയുടെയും വയസ്സ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇവർ പറഞ്ഞിട്ടുണ്ട് റിയയുടെയും ദിയയുടെയും വയസ്സുകളുടെ വ്യത്യാസം 4 ആണ്. ഓക്കെ, ഇനി ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട്, ഇതാണ് ദിയയുടെ വയസ്സ്, അതിൻ്റെ 3 മടങ്ങെന്ന് പറഞ്ഞാൽ 3D ആണ്. അതിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി റിയയുടെ വയസ്സെന്ന് പറഞ്ഞാൽ 3D + 1 ആണ്. ഓക്കെ, എങ്കിൽ രണ്ടുപേരുടെയും വയസ്സ് എത്ര എന്നല്ലേ ചോദ്യം. മക്കളെ, ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിയുടെ സ്ഥാനത്തേക്ക്, ഈ ആറിൻ്റെ സ്ഥാനത്തേക്ക് ഈ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 6 എന്ന് പറഞ്ഞാൽ 3D + 1 ആണെന്ന് മനസ്സിലായി. 6 = 3D + 1 ആണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ 6ൻ്റെ സ്ഥാനത്തേക്ക് 3D + 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3D + 1 - D = 4 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നോക്കിയേ, 3Dയിൽ നിന്ന് D കുറച്ചാൽ 2D + 1 = 4 കിട്ടും. അപ്പം 2D = ഈ 1 അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും 4 - 1 3 എന്ന് കിട്ടും. സോ D = 1.5 എന്ന് കിട്ടും. D = 1.5. അതായത് നമുക്ക് ദിയയുടെ വയസ്സ് 1.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ദിയയുടെ വയസ്സ് 1.5 ആണെങ്കിൽ റിയയുടെ വയസ്സ് 4 കൂടുതലല്ലേ, 5.5 എന്ന് കിട്ടും. അപ്പോൾ ഇവരുടെ വയസ്സുകൾ 1.5-ഉം 5.5-ഉമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 1.5-ഉം 5.5-ഉം. ഒന്നുകൂടെ പറയട്ടെ, ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസം 4 ആണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റിലേഷൻ. വയസ്സുകളുടെ വ്യത്യാസം 4. ഇനി ദിയയുടെ വയസ്സിൻ്റെ 3 മടങ്ങിനോട് 1 കൂട്ടിയാൽ റിയയുടെ വയസ്സ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ റിയയുടെ വയസ്സിൻ്റെ സ്ഥാനത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതാണ് ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 2D + 1 4 = 2D = 3 എന്ന് കിട്ടും. D = 1.5. ദിയയുടെ വയസ്സ് 1.5. കണ്ടോ? ഇതാണ് 1.5 വയസ്സ്. അപ്പോൾ റിയയുടെ വയസ്സ് കാണാൻ ഈ 1.5 അങ്ങോട്ട് പോകുമ്പോൾ 4 + 1.5 എന്ന് വരും. അതായത് 5.5 എന്ന് കിട്ടും റിയയുടെ വയസ്സ്. അപ്പോൾ 1.5 5.5 ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 20 വർഷത്തിന് ശേഷം അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ ഇരട്ടിയായാൽ ഇപ്പോൾ അമ്മയുടെ പ്രായം എത്ര? അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി അമ്മയുടെയും
മകൾ ഡോട്ടറിൻ്റെയും വയസ്സിൻ്റെ റേഷ്യോ 4:1 ആണ് ഇപ്പം പ്രസൻറ്റ്, അല്ലേ മക്കളെ? പ്രസൻറ്റ് ഇതാണ് റേഷ്യോ, അല്ലേ? അമ്മയുടെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. സോ 4:1 ആണ് പ്രസൻറ്റിൻ്റെ ഏജിൻ്റെ റേഷ്യോ. 20 വർഷത്തിന് ശേഷം 2 മടങ്ങാവും. അപ്പോൾ 2:1 ആയിട്ട് മാറും 20 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവ തമ്മിൽ 20 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അമ്മയുടെയും മകളുടെയും വയസ്സിൻ്റെ റേഷ്യോ 4:1 ആണ്. അത് 20 വർഷത്തിന് ശേഷം 2:1 ആകും, അല്ലേ? ഈ റേഷ്യോസ് തമ്മിൽ 20 വർഷത്തിന് വ്യത്യാസം. ഇനി ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കണം, ആണോ? ഒരു റേഷ്യോയുടെ വില കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു താഴത്തെ റേഷ്യോയുടെ വ്യത്യാസം 1 ഡിവൈഡഡ് ബൈ ക്രോസ് ചെയ്യുമ്പോൾ വ്യത്യാസം 4ഉം 2ഉം 2. അപ്പോൾ ഒരു റേഷ്യോയുടെ വില 10 എന്ന് കിട്ടും. ഒരു റേഷ്യോയുടെ വില കിട്ടിയാൽ എപ്പോഴും ആദ്യം കിടക്കുന്ന റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. ആ റേഷ്യോ ഏത് സമയത്തെയാണോ ആ സമയത്ത് വയസ്സുകൾ കിട്ടും. അപ്പോൾ ഈ 10 ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40 എന്നും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 എന്നും കിട്ടും. അപ്പോൾ അമ്മയുടെയും മകളുടെയും വയസ്സുകൾ 40ഉം 10ഉം ആണ്. ചോദ്യം എന്താ? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് 40 ആണ്. മക്കളെ, ഈ റേഷ്യോയുടെ മോഡൽ ചോദ്യം ഒത്തിരി നമ്മൾ ഇതേ ചെയ്തു. എപ്പോഴും ഓർക്കുക, ഒരു റേഷ്യോയുടെ വില കിട്ടിയിട്ട് എപ്പോഴും ആദ്യത്തെ റേഷ്യോയിലേക്ക് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ആ റേഷ്യോ ഏത് സമയത്തെയാണോ ആ സമയത്തെ വയസ്സുകളാണ് കിട്ടുന്നത്. ഇനി റേഷ്യോസ് എടുത്ത് എഴുതുമ്പോൾ പഴയ റേഷ്യോ, ആദ്യത്തെ റേഷ്യോ വേണം ആദ്യം എഴുതാൻ. ഇക്കാര്യങ്ങൾ മറക്കരുത് കേട്ടോ. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 40 എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായല്ലോ. വൃത്തിയാക്കി മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. താങ്ക്